8ാം ക്ലാസ്സിലാണ് അരുണിമ എന്ന് പറയുന്ന കുട്ടി ആദ്യമായി സെയിൻറ്റ് കുര്യറ്റിലേക്ക് കടന്നു വന്നത്. ആൺകുട്ടികളെ പോലെ മുടി വെട്ടി വന്ന അവളെ ഞാൻ തമാശയ്ക്ക് മൊട്ടച്ചി എന്ന് വിളിച്ച് പലപ്പോഴും കളിയാക്കുമായിരുന്നു. മാമനും മാമിയുമായിരുന്നു അന്ന് അവളുടെ ഗാർഡിയനായി സ്കൂളിൽ വന്നിരുന്നത്. മറ്റു കുട്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പെരുമാറിയിരുന്ന അവൾ വളരെ വലിയ പിടിവാശിക്കാരിയും മുൻചുണ്ടിക്കാരിയുമൊക്കെ ആയിരുന്നു. അരുണിമ കഴിഞ്ഞ മാസം എനിക്കൊരു മെസ്സേജ് അയച്ചു. സാർ, എൻ്റെ കല്യാണമാണ്, വരണം. അവൾക്ക് അച്ഛനും അമ്മയുമൊക്കെ ആ മാമനാണെന്ന് അന്നേ അവർ എന്നോട് പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരപകടത്തിൽ സ്വന്തം ചേച്ചിയും അച്ഛനും അമ്മയുമൊക്കെ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ കൈകളിലെന്തിയ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി വിവാഹം കഴിപ്പിച്ചു വിടുമ്പോൾ എങ്ങനെയാ നമുക്ക് പോകാതിരിക്കാൻ കഴിയുക? ആത്മഹത്യയുടെ വക്കിലൂടെ പോയ ദിനങ്ങൾ, നശിച്ച ആ രാത്രിയെ ആ മനുഷ്യൻ എത്ര ശപിച്ചു കാണും. താൻ ഓടിച്ച കാർ അപകടത്തിൽപ്പെടുമ്പോൾ സ്വന്തം അച്ഛനും അമ്മയും ചേച്ചിയും മരണപ്പെടുകയും 21ാമത്തെ വയസ്സിൽ അപകടത്തെ തരണം ചെയ്ത ചേച്ചിയുടെ പിഞ്ചുകുഞ്ഞിൻ്റെ അച്ഛനും അമ്മയുമായി മാറിയ അരുണിമയുടെ മാമനായ രഞ്ജിത് കുമാർ എന്ന മനുഷ്യനോടും അവളുടെ മാമിയോടും എനിക്കെന്തോ ബഹുമാനവും സ്നേഹവുമാണ്. ഇന്നലെ കോലിക്കോടുള്ള അരുണിമയുടെ വീട്ടിൽ നേരിട്ട് ഞാൻ ചെന്നു. കല്യാണം വിളിക്കാൻ എങ്ങനെ എന്നെ ഓർത്തു എന്ന് ചോദിച്ചപ്പോൾ അരുണിമ എന്നോട് പറഞ്ഞു, എനിക്ക് ആ സ്കൂളിൽ ക്ലാസ് ടീച്ചറായിരുന്ന സുജാവൈ ടീച്ചറിനെയും സാറിനെയും മാത്രമേ ഓർമ്മയുള്ളൂ എന്ന്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ എന്നെ ഓർമ്മപ്പെടുത്തി, സാർ, മൊബൈലിൻ്റെ ശബ്ദമൊന്ന് കുറച്ച് വെക്കുമോ, മാമൻ്റെ കുഞ്ഞ് ഉറങ്ങുക. ആ പഴയ 8ാം ക്ലാസ്സുകാരിയെ ഞാൻ പെട്ടെന്ന് ഓർത്തു. പോകാൻ നേരം അവൾക്ക് വല്ലാത്ത നിർബന്ധം, ഞാൻ ചോറ് കഴിച്ചിട്ടേ പോകാവൂ എന്ന്. കഴിഞ്ഞ മാസം എനിക്കൊരു അപകടമുണ്ടായെന്നറിഞ്ഞ് വല്ലാതെ ഞെട്ടിയ ആ കുട്ടി ഞാൻ തിരികെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. കോടാനുകോടി മനുഷ്യരുള്ള ഈ ഭൂമിയിൽ ചിലർ നമുക്ക് മരിച്ചാലും മറക്കാനാകാത്ത ചില ഓർമ്മകൾ സമ്മാനിക്കും. നമ്മുടെ ആരുമല്ലാത്ത ചിലർ കർമ്മം കൊണ്ട് നമ്മുടെ ആരൊക്കെയോ ആയി മാറുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എൻ്റെ പ്രിയ വിദ്യാർത്ഥിനി അരുണിമയ്ക്കും മിഥുനും എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേർന്നുകൊള്ളുന്നു. അരുണിമ, അപ്പോൾ അരുണിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും കേട്ടോ, എല്ലാവിധ നന്മകളും ഉണ്ടാവും. പിന്നെ വർഷങ്ങൾക്ക് ശേഷം എന്നെ ഓർത്തതിനും എന്നെ വിളിച്ചതിനും ഒരുപാട് സന്തോഷം. അരുണിമ വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ, കുറേ കാലത്തിന് ശേഷം.